വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ചെറിയൊരു സംഭവമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ പയർ മുളപ്പിച്ച് അത് തോരൻ വെക്കാനായിട്ട് പോവാണ്. പയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ നനഞ്ഞ തുണിയിലൊക്കെ കെട്ടി വെച്ചിട്ടാണല്ലോ പയർ മുളപ്പിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് മുളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒരു 2 ഇല പരുവത്തിൽ. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മളിതാ ഈ ഒരു പരുവത്തിലാണ് ഇത് മുളപ്പിച്ചെടുത്തിരിക്കുന്നത്, നല്ല നീളത്തിൽ. ഇത് മുളപ്പിച്ചെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 2 ഇല പരുവമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് തോരൻ വെക്കാനായിട്ട് എടുക്കുന്നത്. വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ മാത്രം ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. നമുക്കിത് ഈ പരുവത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തു. ഇനി കുറച്ച് മുളക് പൊടി അതിലേക്ക് ഇടാം. 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവേ. ഒരു ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പാത്രം അടുപ്പത്തേക്ക് വെച്ച് ഇതിനനുസരിച്ച് എണ്ണ ഒഴിക്കാം. പിന്നെ ഒരുപാട് എണ്ണയും വേണ്ട, വളരെ കുറച്ച് എണ്ണ മതിയേ. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുകിടുവാണേ. വറ്റൽമുളക്, കറിവേപ്പില, അതിലേക്ക് നമ്മുടെ പയർ മുളപ്പിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതിനകത്തേക്ക് അല്പം വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. നമ്മുടെ തോരൻ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ചെയ്യാം. നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇപ്പോൾ ഇതിലേക്ക്. നമുക്ക് മുട്ട നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് ചിക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നല്ല പ്രോട്ടീനുമാണ്. കൂടുതൽ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ മറ്റുള്ള പയർ പോലെ തന്നെ നമുക്ക് മറ്റ് സാധനങ്ങളും ഇതുപോലെ മുളപ്പിച്ചെടുക്കാം. മുളപ്പിച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ പിന്നീട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. മുൻപും ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണണേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.